രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുന്നു, സ്വന്തം മണ്ഡലത്തിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷേ ഈ വിവാദങ്ങളെല്ലാം കൊണ്ടാണ് പുറകെ വരുന്നത്, വലിയ പ്രതിഷേധവും നടക്കുന്നു. ശരിക്കും കോൺഗ്രസ് പറഞ്ഞിട്ട് തന്നെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത്? അല്ലെങ്കിൽ അയാൾ വരില്ല. ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ സമ്പൂർണ്ണ പിന്തുണയുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കാത്തതും അദ്ദേഹം എല്ലാ പ്രതിഷേധങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസ്സിനകത്തുള്ള വനിതകളുടെ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ട് കോൺഗ്രസ്സിനകത്തുള്ള കുറേയേറെ നേതാക്കളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് യാതൊരു കുലുക്കവുമില്ലാതെ അദ്ദേഹത്തിന് നടക്കാൻ കഴിയുന്നത് ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിന് കലവറയില്ലാത്ത പിന്തുണ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ, അതായത് സോണിയാഗാന്ധിയുടെ പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. അല്ലെങ്കിൽ അദ്ദേഹം വരില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇത്രയും വലിയൊരു വിവാദത്തിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് അങ്ങനെ കൊണ്ടുവരുന്ന ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമായിരുന്നു തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുക. അല്ല, അതാണ് ശരിയെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡായിട്ടുള്ള സോണിയാഗാന്ധിക്ക് തോന്നുന്നു. ആ തോന്നുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ? തെരഞ്ഞെടുപ്പിനെ ബാധിച്ചാലും അതിന് അപ്പുറത്തേക്ക് പോകേണ്ട ചില കാര്യങ്ങളുണ്ടായിരിക്കും. ഇനി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഈ ചരിത്രപരമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഇത്തരം കാര്യങ്ങൾ അവരധികം മൈൻഡ് ചെയ്യാറില്ല. അതിപ്പോൾ നെഹ്റു തൊട്ടുള്ള പാരമ്പര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ അല്ല, ഇത് നെഹ്റു തൊട്ടുള്ള പാരമ്പര്യത്തിനൊക്കെ വ്യഭിചാരത്തിൻ്റെ പ്രശ്നമുള്ളൂ. അതെ, വ്യഭിചാരം ആയിക്കോട്ടെ, വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന രണ്ട് പേർക്ക് തമ്മിൽ പരാതികളില്ല എന്നുണ്ടെങ്കിൽ വ്യഭിചാരം ഒരു ഇമ്മോറൽ ഇഷ്യൂ ആണ്. അതൊരു ഇല്ലീഗലായിട്ട് വരുന്നില്ല, ഇമ്മോറലാണ്. അത് അങ്ങനെയുള്ളൊരു സംഭവം വേണം, അതിനകത്തൊരു കുഴപ്പമില്ല എന്ന് നമ്മുടെ കോടതി പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴാണെങ്കിൽ പുതിയ വാക്കുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ മുമ്പ് ഈ വിവാഹിതയായ ഒരു സ്ത്രീയുടെ ഈ രഹസ്യ ഭർത്താവായിട്ട് വരുന്നവൻ്റെ പേര് ജാരൻ എന്നായിരുന്നു. ആ വാക്ക് ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല. അമ്മയുടെ പെൺ സുഹൃത്ത് അല്ല ആൺ സുഹൃത്ത് എന്നാണ്. ആ വാക്ക് മാറി. കാരണം ആൺ സുഹൃത്ത് വളരെ മാന്യമായൊരു വാക്കിലേക്ക്, ജാരൻ മാന്യമായ ഒരു വാക്കായി മാറുന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നം. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഈസ് എ ക്രിമിനൽ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ ഗർഭിണിയാക്കിയതിന് ശേഷം ഗർഭഛിദ്രം നടത്താൻ വേണ്ടി അവളെ ഭീഷണിപ്പെടുത്തി, അത് ക്രൈമാണ്. അതാണ് തെറ്റ്. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അധികം വൈകാനില്ല. ഇപ്പോൾ ആദ്യം പഞ്ചായത്ത് തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്ക്, പിന്നെ അത് കഴിയുമ്പോൾ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. അവിടെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ എന്താവും? എങ്ങനെയാവും? അവിടെ ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെടില്ലേ? അല്ല, അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഒന്നും ഉണ്ടായില്ല എന്നാണ് അവർ കരുതുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു 38,000 മുസ്ലിം വോട്ടുണ്ട്. ആ 38,000 മുസ്ലിം വോട്ട് അവർക്ക് ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ചു വരാൻ കഴിയും. പക്ഷേ പിന്നെ അത് മാത്രവുമല്ല, ഇങ്ങനെ ഈ ലൈംഗിക ആരോപണം നേരിടുന്നവർക്ക് ആർക്കും തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞ ചരിത്രവും കേരളത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല എന്നാണ് അവർ കരുതുന്നത്. അതാരൊക്കെയാണ് സാർ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയാതെ ജയിച്ചു വന്നത്? 14 പേരുടെ പേര് സരിത പറഞ്ഞില്ലേ, ആ 14 പേരും ജയിച്ചില്ലേ. പിന്നെ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തി എന്ന ആക്ഷേപവും ആരോപണവും കേസും നേരിട്ടുകൊണ്ടല്ലേ ശശി തരൂർ ജയിച്ചു കയറിയത്. അപ്പോൾ 14 പേരുടെ പേര് സരിത പറഞ്ഞിട്ട് സരിത പറഞ്ഞ 14 പേരും ജയിച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനെ വ്യഭിചാരത്തിൻ്റെ പേരിൽ അവർക്കെതിരെ വോട്ട് ചെയ്യരുത് എന്ന് കരുതുന്ന വിധത്തിലുള്ള പിന്തിരിപ്പന്മാരല്ല കേരളത്തിലുള്ളത് എന്നാണല്ലോ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് ജയിക്കും എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ BJPക്ക് എളുപ്പമാവുമല്ലേ? BJPക്ക് എളുപ്പമാകുമോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. ഇത് BJP അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാതിരിക്കുക എന്നുള്ളതല്ല പ്രശ്നം. ഒരു പ്രിഡേറ്റർ, ആവർത്തിച്ച് കുറ്റം ചെയ്യുന്ന സ്വഭാവമുള്ളവരെയാണ് പ്രിഡേറ്റർ എന്ന് പറയുക. ഒരു പ്രിഡേറ്റർ യാതൊരു ശിക്ഷയും കൂടാതെ ഇങ്ങനെ സധൈര്യം ഇറങ്ങി നടന്നുകൊണ്ട് തനിക്കിതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞ് നിയമത്തെയും ജനങ്ങളെയും അവരുടെ പാർട്ടിയെയും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്നു. അതിന് സഹായം ചെയ്യുന്നത് സോണിയാഗാന്ധിയാണ് എന്ന് വരുന്നതിലാണ് എനിക്കൊരു പ്രയാസമുള്ളത്.
സംസ്ഥാന നേതൃത്വത്തിനൊന്നും പ്രശ്നമില്ല. സോണിയാഗാന്ധിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ സംസ്ഥാന നേതൃത്വത്തിന് എന്ത് പ്രശ്നം? ഈ വലിയ പ്രശ്നം പരാതിയും പറഞ്ഞുകൊണ്ടിരുന്നത് വി ഡി സതീശനല്ലേ. സതീശന് അതിൻ്റെ അകത്തൊരു ധാർമ്മിക പ്രശ്നം നേരിടേണ്ടി വരും. സതീശൻ പറയാനുള്ളത് പറഞ്ഞു, അത് തന്നെ അയാളുടെ ധാർമ്മിക പ്രശ്നം. പിന്നെ പാർട്ടി ഹൈക്കമാൻഡ് വേറൊരു തീരുമാനം എടുത്താൽ അയാൾക്ക് ഒന്നില്ലെങ്കിൽ പാർട്ടിയിൽ നിൽക്കാം, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാം. നിങ്ങൾ പറഞ്ഞ സതീശൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണമെന്നാണ്. അത്രയും ക്രൂരമായിട്ട് സതീശനോട് പുറത്തു പോകാൻ ഞാൻ പറയില്ല. കാരണം എന്തിനാണ് അയാൾ വെറുതെ പുറത്തു പോകുന്നത്? കാരണം അവരുടെ പാർട്ടിക്കകത്ത് ഇതൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാത്രം ഇതൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പുറത്തു പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് അയാൾ കരുതും. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ട്, അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അവർ കരുതിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഇപ്പോൾ മണ്ഡലത്തിലേക്ക് തിരിച്ചു വരാം, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടതുണ്ടായിരുന്നോ? ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അല്ല, അപ്പോൾ അതിനകത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കൾ അദ്ദേഹത്തിന് വേണ്ടി നിലകൊള്ളല്ലേ. അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതും അദ്ദേഹം അവിടെ വരുന്നതും ശരിയല്ല എന്ന് ഇവർ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇദ്ദേഹത്തിനെതിരെ പ്രസ്താവന ഇറക്കിയവരെ മുഴുവനും സൈബർ പോരാളികളെ വെച്ചുകൊണ്ട് അവരെ അധിക്ഷേപിച്ചുകൊണ്ട് അവരെ നിശബ്ദരാക്കിയിരുത്തേന്. അങ്ങനെ സൈബർ പോരാളികളെ വച്ച് അധിക്ഷേപിച്ചുകൊണ്ട് അവരെ നിശബ്ദരാക്കാൻ കഴിയുന്ന അത്രയും പണം ഇയാൾക്ക് ആര് കൊടുക്കുന്നു? കോൺഗ്രസ് കൊടുക്കുന്നു. അത് ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അയാൾ ഇത് കേരളത്തെ വെല്ലുവിളിക്കുകയാണ്. കേരളത്തെയാണ് അയാൾ വെല്ലുവിളിക്കുന്നത്. പിന്നെ അങ്ങനെ അയാളെ കൊണ്ട് വെല്ലുവിളിപ്പിക്കുകയും ഞങ്ങളുടെ ധിക്കാരം നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നതും ആണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ജയം എന്ന് കോൺഗ്രസ്സുകാർ കരുതുന്നു. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹം പാലക്കാട്ടിൽ നിന്നപ്പോൾ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെക്കുന്നു, അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുന്നു. ഇവരാരും ആ പെൺകുട്ടിയെ സമാശ്വസിപ്പിക്കാൻ പോയില്ലല്ലോ. ആ പെൺകുട്ടിയെ നേരിട്ട് പോയി കണ്ടു എന്ന് പറയുന്നൊരു മാധ്യമപ്രവർത്തകയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അവരെ അധിക്ഷേപിക്കുകയല്ലേ ചെയ്തത്. അങ്ങനെ അധിക്ഷേപിക്കരുത് എന്ന് ഇവരാരെങ്കിലും പറഞ്ഞു? ഒരാളും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഒരു മാധ്യമപ്രവർത്തക, അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അവരെ അധിക്ഷേപിച്ചുകൊണ്ട്, പെട്ടെന്ന് ഞാൻ മറന്നുപോയി അവരുടെ പേര്, ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അവരെ അധിക്ഷേപിച്ചുകൊണ്ട് ഏത് ചാനലിലാണെന്ന്, ഒരു ചാനലിൽ 24 ന്യൂസ് മലയാളം 24/7 വാർത്താവതാരകയാണ് ലക്ഷ്മി പത്മയാണ് ഈ കുട്ടിയെ പോയി കണ്ടത്. അതെ, ആ സ്ത്രീയെ അധിക്ഷേപിച്ച് അവരെ നിശബ്ദരാക്കുന്നതിന് വേണ്ടി സൈബർ പോരാളി സംഘത്തെ ഇറക്കാൻ. സൈബർ പോരാളി സംഘം വെറുതെ ഇറങ്ങില്ല എന്നറിയാമല്ലോ, കാശ് കൊടുത്തിറക്കുന്നതാണല്ലോ. അതിന് കാശ് കൊടുക്കാനൊക്കെ പാർട്ടിയില്ലേ? അപ്പം പിന്നെ അയാൾ ആരെ പേടിക്കണം? അദ്ദേഹത്തിൻ്റെ രക്ഷാകവചം തീർക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും മത്സരിക്കുന്നു. പിന്നെ അങ്ങനെ ആരെ പേടിക്കണം? അങ്ങനെ ഈ പ്രിഡേറ്റർക്ക് വേണ്ടി രക്ഷാകവചം ഒരുക്കുന്നവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ പാർട്ടി തയ്യാറല്ല. പിന്നെന്താ പ്രശ്നം ഇതിനകത്ത്? അതൊരു പാർട്ടിയുടെ നിലപാടാണ്. സ്ത്രീകളുടെ സുരക്ഷ ഞങ്ങൾ അത്ര കാര്യമാക്കുന്നില്ല എന്നുള്ളത് പാർട്ടിയുടെ നിലപാടാണ്. നെഹ്റു ഒടുങ്ങി ഇങ്ങോട്ടുണ്ടെന്ന് വെച്ചാൽ നെഹ്റു വ്യഭിചാരം മാത്രമായിരുന്നു. അത് പിന്നെ ആ കാലത്ത് ഒരുപക്ഷെ നെഹ്റുവിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടും അദ്ദേഹം ഗാന്ധിയനായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് വ്യഭിചാരവും കൂടി ആകാം എന്ന് കരുതി കാണും. അതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ ഒരു കോൺഗ്രസ് പ്രസ്ഥാനം അധപ്പതിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു യൂറോപ്യൻ മോറൽ സങ്കല്പങ്ങളാണ് സോണിയ സ്വീകരിച്ചിട്ടുള്ളത്. ഇറ്റാലിയൻ മാഫിയ സംഘത്തിൻ്റെ മോറൽ സങ്കല്പങ്ങളായിരിക്കണം ഇത്. അപ്പോൾ അതിലൊരു പക്ഷേ ഇതൊക്കെ ന്യായീകരിക്കപ്പെടും എന്നായിരിക്കും. അതുകൊണ്ടായിരിക്കണം സോണിയ ഇത്രയും ധൈര്യപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ പിന്തുണയും നൽകിയിരിക്കുന്നത്.